ഭഗവത്ഗീതയിലെ 12-ാമത്തെ അധ്യായം ഭക്തിയോഗത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഭഗവാൻ പറഞ്ഞു, സമശത്രൗച മിത്രേച തഥ മാനാപമാനയോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഘ വിവർജിത തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ. ശത്രുവിനോടും മിത്രത്തോടും ഒരേ മനോഭാവം, അതുപോലെ മാനത്തിലും അപമാനത്തിലും ഒരേ മനോഭാവം, ശീതത്തിലും ഉഷ്ണത്തിലും എന്നതുപോലെ സുഖത്തിലും ദുഃഖത്തിലും ഒരേ മനോഭാവം, ഒരാൾ നിന്ദിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സ് ഒരേ സ്ഥായി ഭാവത്തിൽ നിർത്താൻ കഴിയുക, സന്തുഷ്ടഭാവത്തിൽ. ഇതിന് ഭഗവാൻ പറയുന്ന പേര് സ്ഥിതപ്രജ്ഞൻ എന്നാണ്. അങ്ങനെയുള്ളവരെ, ഈ സ്ഥിതപ്രജ്ഞൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനെന്നാണ് പറയുന്നത്. അല്ലാതെ ദേഷ്യം വരുമ്പോൾ നമ്മൾ വല്ലാതെ പൊട്ടിത്തെറിക്കുന്നു, സന്തോഷം വരുമ്പോൾ അമിതമായിട്ട് ആഹ്ലാദിക്കുന്നു, അതൊന്നുമല്ല. ഈ സ്ഥായിയായ മനസ്സിൻ്റെ ഭാവമാണ് പരമപ്രധാനം. ഇതാണ് സ്ഥിതപ്രജ്ഞാവസ്ഥ. ഈ സ്ഥിതപ്രജ്ഞനാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കാണുന്ന എല്ലാവരും. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. നമസ്തേ.